ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിച്ച അത്ഭുതങ്ങളിൽ ഒന്നായ മേഘങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വെൽക്കം ടു ഫ്രഞ്ച് ഫയൽസ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 565 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ പാലം ആരെയും അമ്പരിപ്പിക്കുന്ന ഒന്നാണ്. ഐഫൽ ടവറിനേക്കാൾ ഉയരമുള്ള ഈ പാലത്തിന് താഴെ കൂടി വിമാനങ്ങൾ പോലും കടന്നു പോകാറുണ്ട് എന്നതാണ് വാസ്തവം. ചൈനയിലെ ഗുഷോ പ്രവിശ്യയിലെ ഒരു വലിയ ത്വായിലേക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ പ്രദേശം മുറിച്ചു കടക്കാൻ 5 മണിക്കൂറോളം നീണ്ട കഠിനമായ മലമ്പാതകളിലൂടെ യാത്ര ചെയ്യണമായിരുന്നു. ആ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളെ ലോകവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും വലിയൊരു സാഹസത്തിന് എഞ്ചിനീയർമാർ തയ്യാറായത്. അഗാധമായ ഈ ത്വായിരയിൽ ഒരു പാലം പണിയുക എന്നത് അസാധ്യമാണെന്ന് പലരും വിശ്വസിച്ചിരുന്നു. 13 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കും പ്ലാനിങ്ങുകൾക്കും ശേഷമാണ് ഈ പദ്ധതിക്ക് തുടക്കമായത്. സാധാരണ പാലങ്ങൾ പണിയുന്ന രീതി ഇവിടെ പ്രായോഗികമല്ലായിരുന്നു. അതിനാൽ തന്നെ 2 വർഷത്തോളം എഞ്ചിനീയർമാർ ആ ത്വായിരയിൽ കാറ്റിന്റെ വേഗതയെക്കുറിച്ചും ഭൂപ്രകൃതിയെക്കുറിച്ചും പഠനങ്ങൾ നടത്തി. മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിൽ പോലും തകരാത്ത ഒരു നിർമ്മിതിയായിരുന്നു അവർക്ക് ആവശ്യം. അങ്ങനെയാണ് പടുകൂറ്റൻ കേബിളുകളിൽ താങ്ങി നിൽക്കുന്ന ഈ പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. 2011 നവംബറിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു. പാറയിടുക്കുകളിൽ യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയാത്തതിനാൽ തൊഴിലാളികൾ സാഹസികമായി തൂങ്ങിക്കിടന്നാണ് അടിത്തറ പണിയാൻ പാറകൾ തുരന്നത്. ഓരോ സെന്റിമീറ്ററും അതീവ കൃത്യതയോടെയാണ് നിർമ്മിച്ചത്. കേബിളുകൾ താങ്ങി നിർത്തുന്ന ഓരോ തൂണും ഉറപ്പിക്കാൻ ടൺ കണക്കിന് കോൺക്രീറ്റ് ആണ് ഒരേ സമയം ഉപയോഗിച്ചത്. ത്വായിരയുടെ ഇരുവശങ്ങളിൽ നിന്നും ഒരേ സമയം പണി ആരംഭിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. 2 വശത്തു നിന്നും വരുന്ന പാലത്തിന്റെ ഭാഗങ്ങൾ മധ്യഭാഗത്ത് എത്തുമ്പോൾ കൃത്യമായി കൂടിച്ചേരണം. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ലേസർ പരിശോധനകൾ നടത്തി കൃത്യത ഉറപ്പുവരുത്തുന്നതായിരുന്നു. കാറ്റിൽ കേബിളുകൾ ആടാതിരിക്കാൻ പ്രത്യേകതരം ഉപകരണങ്ങളും ഇതിൽ ഘടിപ്പിച്ചിരുന്നു. കേബിളുകൾ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ ഹെലികോപ്റ്ററുകളുടെ സഹായം തേടിയത് വലിയ വാർത്തയായിരുന്നു. ശക്തമായ കാറ്റിൽ ഹെലികോപ്റ്റർ നിയന്ത്രിക്കുക എന്നത് വലിയ പ്രയാസമായിരുന്നുവെങ്കിലും എഞ്ചിനീയർമാർ ആ കടമ്പയും കടന്നു. പാലത്തിന്റെ തറഭാഗം ഓരോന്നായി വായുവിൽ വെച്ച് വിളക്കിച്ചേർന്നുവെങ്കിലും തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി താഴെ വലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നീണ്ട 5 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം 2015 ഡിസംബറിലാണ് ഈ പാലം ലോകത്തിന് തുറന്നുകൊടുത്തത്. പാലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ 80 ലോറികൾ ഒരേ സമയം പാലത്തിലൂടെ ഓടിച്ചു പരീക്ഷിക്കുകയുണ്ടായി. എഞ്ചിനീയർമാർ കണക്ക് കൂട്ടിയതുപോലെ തന്നെ പാലം ഒട്ടും ഇളകാതെ ഉറച്ചു നിന്നു. പാലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള 100 കണക്കിന് സെൻസറുകൾ ഒരേ നിമിഷം പാലത്തിന്റെ അവസ്ഥ കൺട്രോൾ റൂമിലേക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. താപനില മാറുന്നതിനനുസരിച്ച് പാലത്തിന് നേരിയ വികാസവും സങ്കോചവും ഉണ്ടാകാറുണ്ട്. അതും കൃത്യമായി മുൻകൂട്ടി കൊണ്ടാണ് പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് മണിക്കൂറുകൾ നീണ്ട യാത്ര മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിച്ചുവെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞു. മനുഷ്യന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും സാങ്കേതിക വിദ്യയുടെയും ഈ പാലം ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.